ആസ്വാദ്യകരമാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു പോയിന്റാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ പ്രശ്നങ്ങൾ മിക്കവാറും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ്. ബന്ധങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിനെ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഈ പോയിന്റ് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ഈ പോയിന്റ് ഇതിന്റെ അകത്ത് എടുത്തത് യഥാർത്ഥത്തിൽ ഇത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങില് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു പോയിന്റാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. കാരണം ഇത് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതാണ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും, അത് കുടുംബ ബന്ധങ്ങളായാലും ശരി, ജോലി സ്ഥലത്തെ ബന്ധങ്ങളായാലും ശരി, സാമൂഹിക ബന്ധങ്ങളായാലും ശരി, അങ്ങനെ ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും ആ ബന്ധങ്ങളെ ഒന്നുകിൽ അത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മോശമായി നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയോ, ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കും. നമ്മുടെ ഈ പ്രോക്സി എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. നമ്മളുടെ കൂടെ സ്ഥിരമായി താമസിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഉള്ള ചില ആൾക്കാരുടെ സ്വഭാവം അവര് നമ്മളോട് പ്രകടിപ്പിച്ച് ആ സ്വഭാവം നമ്മളിലേക്ക് നമ്മളറിയാതെ ആവാഹിക്കപ്പെടും. അങ്ങനത്തെ ഒരു പ്രത്യേകത നമുക്കുണ്ട്. ഈ പ്രോക്സി എഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് ആരാണോ ആ ആൾക്കാരുമായിട്ടുള്ള നമ്മളുടെ ബന്ധം നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. ആ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. നാം സാധാരണ കേൾക്കുന്ന ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന പഴയ ആപ്തവാക്യത്തിന്റെ മൂല്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പമാണ്. വർഷങ്ങളായി അത് ആവർത്തിച്ച് പറയപ്പെടുന്നതിന്റെ കാരണം പലതരത്തിലും പ്രയോജനമുള്ളതിനാലാണ്. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്തിനാണ് അത് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും അധികം പ്രയോജനമുള്ളതാണ്. നമുക്കത് എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുക. അതല്ലാത്ത മേഖലകളിൽ പ്രയോജനപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യപാന ആസക്തിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് എങ്ങനെയാണ് ഇത് ഉപയോഗപ്രദമാവുക എന്ന് നമുക്ക് നോക്കാം. ഏലെ അംഗങ്ങളായ ഞങ്ങൾ കുടിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഈ ആപ്തവാക്യം ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നു. ഇടപെടുന്നവരിൽ ഞരമ്പ് രോഗം ഉണ്ടാക്കുന്ന ആളുകളുമായി പൊരുത്തപ്പെടാൻ അത് ഞങ്ങളെ സഹായിക്കുന്നു. നമ്മൾ ഇടപെടുന്ന ആൾക്കാര് എല്ലാം അവർക്കൊക്കെ അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉള്ളവരാണ്, അവരുടേതായ ഒരു കാഴ്ചപ്പാടുള്ളവരാണ്, അവരുടേതായ സ്വഭാവ മഹിമയും സ്വഭാവ വൈകൃതങ്ങളുമുള്ള ആൾക്കാരാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ഉള്ള സ്വഭാവ പ്രത്യേകതകൾ നമ്മളുടെ സ്വഭാവത്തെ ബാധിക്കാൻ പാടില്ല. മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ കൾച്ചർ വേറെയാണ്, അവരുടെ പ്രദേശം വേറെയാണ്, അവരുടെ സമുദായം വേറെയാണ്, അവരുടെ എല്ലാ ഇഷ്ടങ്ങൾ വേറെയാണ്, അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്, എല്ലാം വേറെയാണ്. അത് എല്ലാവരുടെയും വേറെ വേറെയാണ്. അത് നമ്മളെ ഭാര്യ ആവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമ്മളുടെ അച്ഛനാവട്ടെ, അമ്മയാകട്ടെ, നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ്. അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. അവരുടേതായ അതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ശരിയായ കാഴ്ചപ്പാടുണ്ടാക്കി അത് ജീവിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ മറ്റുള്ളവരുടെ ഈ ഇടപെടലുകളൊക്കെ നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ പേഴ്സണാലിറ്റി ഉള്ള ഒരാളെന്ന് പറയുന്നത്, വ്യക്തിത്വമുള്ള ഒരാളെന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ മൂലം നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല ഒരു മാർഗമാണ് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇനി ആദ്യം മുതൽ തുടങ്ങാം. ഒരിക്കൽ
ഒരിക്കൽ കൂടി നമ്മുടെ മദ്യപാന ചരിത്രത്തെ അവലോകനം ചെയ്യുമ്പോൾ മിക്കപ്പോഴും എല്ലാ സമയത്തും മദ്യപാനത്തിന്റെ പ്രശ്നം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും കാണാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ സത്യസന്ധമായി തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മുടെ മദ്യപാനത്തിന്റെ പ്രശ്നം മിക്കവാറും മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ കൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും കാരണം പറയും. അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ കള്ളുകുടി സഭയിൽ കയറി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, ബാറിലാണെങ്കിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസാരത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ചർച്ച പോവുക. നമ്മുടെ ഒപ്പം നിൽക്കുന്ന, ഒന്നുകിൽ നമ്മുടെ മേലധികാരി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അതല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാര്, മുമ്പ് കഴിഞ്ഞ ദിവസമൊക്കെ കൂടെ കുടിച്ച ആൾക്കാർ, അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ആയിരിക്കും നമുക്ക് കൂടുതൽ പറയാനുണ്ടാവുക. അപ്പോ അത് 2-3 തരത്തിൽ പറയും. അത് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും കാണാൻ കഴിയും. പിന്നെ കൗമാരപ്രായത്തിൽ ബിയറും വൈനും കുടിച്ച് ഞങ്ങൾ നടത്തിയ പരീക്ഷണങ്ങൾ തികച്ചും സ്വാഭാവികമായി തോന്നപ്പെട്ടു. ആദ്യം ഒക്കെ കുടിക്കാൻ തുടങ്ങിയ, ബിയറും വൈനും ഒക്കെ കുടിക്കാൻ തുടങ്ങിയ ആ ആദ്യകാലം സ്വാഭാവികമായിരുന്നു. കാരണം സമപ്രായക്കാരായ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിരുന്നതിനാലും അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതിനാലും അതിനെ തുടർന്ന് കുടി തുടരാനായി വിവാഹ സദ്യകൾ, വിരുന്നുകൾ, നാമകരണ സൽക്കാരങ്ങൾ, അവധി ആഘോഷങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, മദ്യ സൽക്കാരങ്ങൾ, ബിസിനസ് ലഞ്ചുകൾ, ഇങ്ങനെ പട്ടിക നീട്ടിക്കൊണ്ടുപോകാം. മറ്റുള്ള ആൾക്കാര്, സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും കുടിക്കുന്നവരായതുകൊണ്ട് അവരോടൊത്ത് കുടിക്കുക എന്നുള്ള ഒരു കമ്പനി സേക്കിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി കിട്ടാവുന്ന മേഖലകളിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. അതെല്ലാം മിക്കവാറും നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണ്. ഈ പട്ടിക ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. ഈ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ കുടിച്ചതിന്റെ ഭാഗികമായ കാരണം മറ്റുള്ളവരെല്ലാവരും കുടിച്ചിരുന്നു എന്നതായിരുന്നു. ആ കൂടെയുള്ള എല്ലാവരും കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കുടിച്ചു എന്നായിരുന്നു ആദ്യകാലത്ത് കുടി തുടങ്ങിയപ്പോൾ ഉള്ള നമ്മളുടെ ഒരു ന്യായീകരണം. എല്ലാവരും കുടിക്കുന്നുണ്ട്, ഇനി നമ്മളെക്കാൾ കുറച്ചും കൂടി ഉയർന്ന ആൾക്കാർ കുടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. നമ്മളെക്കാൾ ഉയർന്നത് മീൻസ് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജോലിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെക്കാൾ അല്പം കൂടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളുടെ കൂടെ കുടിച്ചെങ്കിൽ നമുക്ക് നമ്മളുടെ കുടിയുടെ ന്യായീകരണം കുറച്ചും കൂടി കൃത്യമായി. കാരണം അയാളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അയാളും ഞങ്ങളുടെ കൂടെ കുടിച്ചു എന്നുള്ള ഒരു ന്യായീകരണം നമുക്ക് സാധാരണ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ എന്റെ ഓഫീസർ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ കുടിക്കുന്നുണ്ട്. ഇപ്പം സിഗരറ്റ്, മക്കളൊക്കെ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ സിഗരറ്റ് വലിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് പറയും. അമ്മാവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാനും അങ്ങനെ ചെയ്തു പോന്നിരുന്നത് ആദ്യകാലത്ത്. അപ്പൊ അവിടെ നമ്മളെ സ്വാധീനിച്ചത് മറ്റുള്ളവരാണ്. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കാണുന്നു. ഞങ്ങൾ തനിച്ചോ അല്ലെങ്കിൽ വല്ലപ്പോഴുമോ രഹസ്യമായോ മദ്യപിച്ചിരുന്നവർ പലപ്പോഴും അപ്രകാരം ചെയ്തത് ആരും ഞങ്ങൾ എത്രമാത്രം അല്ലെങ്കിൽ പതിവായി എത്ര കുടിക്കാറുണ്ടെന്ന് അറിയാതിരിക്കാനാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ കുടി കൂടി കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ, നമ്മളുടെ ആദ്യമൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 2 പെഗ് കഴിച്ചാൽ 3 പെഗ് കഴിച്ചു എന്ന് പറയും. അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ 1 ലിറ്റർ കഴിച്ചാൽ നമ്മളൊരു ക്വാർട്ടർ കഴിച്ചു എന്നേ പറയുള്ളൂ. അപ്പൊ നമ്മൾ കുടിയുടെ അളവ് കൂടുന്നത് നമ്മൾക്ക് അറിയാം. പക്ഷെ ആ കുടിയുടെ അളവ് അത്രയും, ഞാൻ 1 ലിറ്റർ കുടിച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന് ഒരിക്കലും ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. 1.5 ലിറ്റർ വരെ കുടിച്ചിട്ടുള്ള ആൾക്കാർ പറയുക ഞാൻ 2 പെഗ് കുടിച്ചിട്ടുള്ളൂ എന്ന്. നമ്മുടെ കുടിയുടെ അളവ് കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുടിച്ചിട്ടുണ്ട് എന്ന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാര് ഞാൻ ഇത്ര കുടിച്ചു എന്ന് അറിയുക എന്നുള്ളത് വലിയൊരു പ്രയാസമായിരുന്നു. അവിടെയും നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെട്ടു. മറ്റുള്ളവർ ഞങ്ങളുടെ കുടിയെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരെങ്കിലും നമ്മളുടെ കുടിയെക്കുറിച്ച് പറയണേ, എന്താണ് വിജയ നീ ഇങ്ങനെ കുടിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് തീരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ എന്റെ കുടിയെക്കുറിച്ച് കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ദിവസം
എനിക്ക് അനുഭവമുണ്ട്. എന്റെ വിജയനെ കൊടുക്കരുത് എന്ന് ഒരു കല്യാണ സഭയിൽ നിന്ന് ഒരാൾ പറയുകയാണ്. അവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്, ആൾക്കാരെ അവിടെ നിന്ന് ക്യൂ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക. ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ട്. അപ്പോ അവിടെ നിന്ന് കല്യാണ വീട്ടിലെ ആള് വന്നിട്ട് പറയാണ് വിജയനെ കൊടുക്കണ്ട എന്ന് പറയും. അപ്പോ അത് കേട്ട പാടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സ്ഥലം വിടുന്നു. നമ്മൾ അടുത്ത സ്ഥലം പോയി അന്വേഷിക്കുന്നു. നമ്മൾ സാധനം വാങ്ങുന്നു, കഴിക്കുന്നു, ലാവിഷായിട്ട് കഴിക്കുന്നു. വൈകുന്നേരം അയാളോട് 2 വർത്താനം പറയുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കുടിയെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ഹർട്ട് ചെയ്യും. ആ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് അറ്റം വരെയും ചെയ്യാൻ നമുക്ക് മടിയുണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തുടർന്നുള്ള വിമർശനവും പരാതിയും ഒഴിവാക്കാനായി ഞങ്ങൾ അവരോട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ മദ്യപാനത്തിന്റെ ന്യായീകരണങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇനി അങ്ങനെ നമ്മൾ അവരോട് റിയാക്ട് ചെയ്യുക അല്ലാതെ ചിലപ്പോൾ നമ്മൾ അതിനെ സ്വാഭാവികമായിട്ടും തിരിച്ചും പറയാറുണ്ട്. ഞാൻ മുമ്പ് ഇന്നാൾ അങ്ങനെ കുടിച്ചത് ഇന്ന കുഴപ്പം കൊണ്ടാണ്, ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് ഈ പറയുന്നവരോട് നമ്മൾ ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്തും. ഞാൻ മുമ്പ് കുടിച്ചിരുന്ന കുടിയുടെ ഓരോ കുഴപ്പങ്ങളും ഞാൻ അങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് കുടിച്ച, ഇങ്ങനെ ഉള്ളതുകൊണ്ട് കുടിച്ച എന്നുള്ള ന്യായീകരണങ്ങൾ നിരത്താനും നമ്മൾ തയ്യാറായിട്ടുണ്ടാവും. അപ്പൊ മറ്റുള്ളവര് നമ്മളെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ മോശമായ രീതിയിൽ ചിലപ്പോൾ പെരുമാറും, ചിലപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പെരുമാറും. ഏതായാലും ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ സാധ്യതയുണ്ട്. അതും നമ്മളുടെ കുടി കൂട്ടാൻ ഇടയാക്കിയിട്ടുള്ള ഒരു ഘടകം മറ്റുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ചിലരെല്ലാം കുടിച്ചതിന് ശേഷം മറ്റുള്ളവരോട് തർക്കിക്കുകയോ അക്രമാസക്തരാകുകയോ ചെയ്യുന്നവരായി. വേറൊരു സംഗതി, കുടി ഒരു ലിമിറ്റ് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാല് നമ്മുടെ സുബോധത്തെ നമ്മുടെ മദ്യം ബാധിക്കുമല്ലോ. ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോ അവരോട് തർക്കിക്കും. ചിലപ്പോ ബാറായാലും ശരി, കള്ള് ഷാപ്പ് ആയാലും ശരി, എവിടെ ആയാലും ശരി തർക്കിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഇപ്പൊ അവര് വല്ലാതെ പോക്കിരിത്തരം പറയുകയാണെങ്കിൽ അവരോട് വയലന്റ് ആവുകയോ അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. മിക്കവാറും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ്. മിതമായി കുടിച്ചതിന് ശേഷം മറ്റു വ്യക്തികളുമായി കൂടുതൽ നന്നായി ഇണങ്ങി പോകാമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ കച്ചറ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഒരാൾ കുടിക്കാനായിട്ട് പോകുന്നത്. മറ്റുള്ള ആൾക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കണം വിചാരിച്ചിട്ട് സൗഹൃദത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും ഒക്കെ തന്നെയാണ് കുടിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് മിതമായി കുടിച്ചതിന് ശേഷം മറ്റുള്ള വ്യക്തികളുമായി കൂടുതൽ നന്നായി ഇണങ്ങി പോകാമെന്ന് ഞങ്ങളിൽ ചിലർക്ക് തോന്നി. നല്ല രസമായിട്ട് നല്ല പോലെ വർത്താനം പറഞ്ഞിരിക്കുന്നു, നല്ല അടിപൊളിയാക്കിയിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടാണ് കുടിക്കാനൊക്കെ പോയത്. സൗഹൃദ സായാഹ്നത്തിൽ പിരിമുറുക്കമുള്ള വിൽപ്പന ജോലിയിൽ അതല്ലെങ്കിൽ തൊഴിൽ ദാതാവുമായുള്ള അഭിമുഖത്തിൽ എന്നിങ്ങനെ ഏത് സാഹചര്യത്തിലും എന്തിന് ലൈംഗിക വേഴ്ചയിൽ പോലും ഒരു അല്പം മദ്യപിച്ചതിന് ശേഷം നന്നായി കാര്യങ്ങൾ ചെയ്യാമെന്ന്. ലൈംഗിക വേഴ്ചയിൽ പോലും കുറച്ച് മദ്യപിച്ചാണെങ്കിൽ നന്നായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാവുന്നു, അല്ലെങ്കിൽ നന്നായി വിരുന്ന് സൽക്കാരത്തിൽ ഏർപ്പെടാവുന്നു, അതല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു റിലാക്സ് മൂഡിലേക്ക് വരാൻ വേണ്ടി മദ്യപിക്കാമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് മദ്യപിക്കാനായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ വിചാരിച്ചിരുന്നു. മദ്യപാനത്തിന്റെ ഫലമായി പലരും തങ്ങളുടെ സ്നേഹിതരെ തെരഞ്ഞെടുത്തത് അവർ എത്രമാത്രം കുടിക്കുമെന്നതിനെ ആശ്രയിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുടി തുടങ്ങിയ കാലത്തുള്ള സുഹൃത്തുക്കൾ പിന്നെ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആദ്യകാലത്ത് കുടിച്ചിരുന്ന ആൾക്കാര്, അതിൽ പല ആൾക്കാരും സോഷ്യൽ ഡ്രിങ്കേഴ്സ് എന്ന ഗണത്തിൽ പെടുന്നവരായതുകൊണ്ട് അവരെ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ പിന്നീട് ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ഒരേപോലെ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഒരു കൂട്ടത്തില് വരാനുള്ള ശ്രമം നടത്തി. അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെയും ഒഴിവാക്കി. അങ്ങനെ കുറെ പേരെ ഒഴിവാക്കിയാണ് നമ്മൾ ഈ കുടിയുടെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞിട്ട് അവരുടെ മദ്യപാന ശൈലിയുമായി യോജിക്കാതെ വരുമ്പോൾ സ്നേഹിതരെ നാം മാറ്റുക പോലും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് തികഞ്ഞ കുടിയന്മാരെ ആയിരുന്നു, അല്ലാതെ പേരിന് ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിക്കുന്നവരെ ആയിരുന്നില്ല. തീർത്തും കുടിക്കാത്തവരെ ഞങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. തീർത്തും കുടിക്കാത്തവരെ നേരത്തെ ഒഴിവാക്കി, ഒന്നോ രണ്ടോ പെഗ് കഴിക്കുന്നവരെയും ഒഴിവാക്കി. പിന്നെ നമ്മളോട് ഒന്നിച്ച് നമ്മളുടെ അതേ കാറ്റഗറിയിൽ വരുന്ന, അതേ സ്വഭാവ സവിശേഷതയിൽ വരുന്ന ആൾക്കാരെയാണ് അവസാനം നമ്മളുടെ കുടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ ആരുമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഒറ്റയ്ക്ക് കുടിക്കാൻ വേണ്ടി പോയത്. കാരണം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറയുമ്പോൾ കേൾക്കാനും ഒക്കെ ഉള്ള താല്പര്യമില്ലാതെ വരുന്ന സമയത്ത് നമ്മളെ കുടിയെ വിമർശിക്കുകയോ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കുടിക്കണമെന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവസാനമൊക്കെ ആയപ്പോ ഒറ്റയ്ക്കായി നമ്മൾ പോവേണ്ടി വരും. അപ്പോ ശരിക്കും ഈ ബന്ധങ്ങൾ ഓരോന്നോരോന്നായിരുന്നിട്ട് നമ്മൾ ഒഴിവാക്കി വരികയാണ്. കുടിയോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ വിപരീതമായ പ്രതികരണം ഞങ്ങളെ കുറ്റബോധമുള്ളവരും കുപിതരുമാക്കി. പിന്നെ വേറെ ഒരു കൂട്ടരാണ് മറ്റുള്ളവരെന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ. ഈ കുടുംബാംഗങ്ങൾക്ക് നമ്മളുടെ കുടി പലപ്പോഴും വിപരീതമായിട്ടാണല്ലോ അത് ഭവിക്കുക. അവ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുടുംബാംഗങ്ങളാണ്. ഭാര്യയും മക്കളെയുമാണല്ലോ നമ്മുടെ കുടി സാധാരണ ബാധിക്കുക. അതുകൊണ്ട് അവരെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറ്റപ്പെടുത്തൽ കേട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മള് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നന്നാകുന്നു. ഇതുവരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരാളും എവിടെയും ലോകത്ത് നന്നായ ചരിത്രമില്ല. പക്ഷേ ലോകത്ത് ഇപ്പോഴും എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മക്കളെ കുറ്റം പറയും, അയൽവക്കക്കാര് കൂട്ടുകാരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയും. എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. പക്ഷെ ഇതുവരെയും കുറ്റം പറഞ്ഞിട്ട് ഇതുവരെ ആരും നന്നായിട്ടില്ല. കുറ്റപ്പെടുത്തിയിട്ട് നന്നാക്കാൻ കഴിയില്ല. പക്ഷെ അത് നിർബാധം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നന്നാവുക എന്നുള്ളതിനൊക്കെ അപ്പുറം നോർമൽ നിൽക്കുകയല്ല ചെയ്യുക, മോശമായി പോവുകയും ചെയ്യും. അപ്പൊ അവന് കുപിതരാവുകയും ദേഷ്യം പിടിക്കുകയും കച്ചറ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറ്റപ്പെടുത്തി കഴിയുമ്പോഴാണ്. ജോലി സ്ഥലത്ത് ഒരു മേലുദ്യോഗസ്ഥനോ സഹപ്രവർത്തകനോ ഞങ്ങളുടെ കുടിയെ എതിർത്തതിനാൽ ഞങ്ങളിൽ ചിലർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. ഞങ്ങളുടെ കുടിയെ എതിർക്കുമ്പോൾ കുടിയെ എതിർത്തവൻട്ട് കൊടുക്കും. നമ്മുടെ കുടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് 100 നാവായിരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് ജോലി ചെയ്യാൻ ആ മേലധികാരി സമ്മതിക്കില്ല, അയാൾ ചിലപ്പോൾ പിരിച്ചുവിടും. അപ്പൊ അതുകൊണ്ട് പലർക്കും ജോലിയൊക്കെ നഷ്ടമായിട്ടുണ്ട്. ആളുകൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഞങ്ങളെ വെറുതെ വിട്ടെങ്കിലെന്ന് ഞങ്ങൾ ആശിച്ചു. ശരിക്കും എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുടിക്കുന്നത്? ഞാൻ എന്റെ പൈസ കൊണ്ടല്ല കുടിക്കുന്നത്, എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് എന്നെ വെറുതെ വിട്ടുകൂടെ? ഞാനൊരു പാവത്താൻ ഈ സൈഡിൽ കൂടെ ഞാൻ കുടിച്ചു പോകുന്ന ആള് എന്ന് ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ആരും ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ അല്ല ലോകമുള്ളത്. ആൾക്കാര് നിരന്തരം നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ നമ്മള് മോശമായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിട്ടൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുന്ന പോലെ. ഞാൻ എന്റെ വ്യക്തി ജീവിതവും എന്റെ കുടുംബ ജീവിതവുമാണ് തകരാറിലാവുന്നത് എന്ന് ഉള്ളത് കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? പക്ഷേ അവർ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അവര് നന്നായിട്ടാണോ? അതുമല്ല, അവര് നല്ല നിലയിൽ നിന്നായിരിക്കില്ല ഉണ്ടാവുക, എന്നാലും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തിനാണ് ഇവരിത് പണി ചെയ്യുന്നത്, നമുക്ക് നമ്മളൊന്ന് വെറുതെ വിട്ടുകൂടെ എന്ന് നമ്മൾ ആലോചിക്കും. ഞങ്ങളെ വിമർശിച്ചിട്ടില്ലാത്ത ആളുകളുടെ നേർക്ക് പോലും പലപ്പോഴും ഞങ്ങൾക്ക് കോപവും ഭയവും തോന്നിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ നിരന്തരമായി കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ മുഖമൊക്കെ ഒരു എന്താ പറയാ, ഒരു രൗദ്രഭാവമായിട്ട് മാറും. ഒരു കോപാകുലമായ ഒരു മുഖമായിട്ട് നമ്മളുടെ മുഖം തന്നെ മാറും. എപ്പോഴും നമ്മളുടെ ദേഷ്യമായിരിക്കും ഒരു അടിസ്ഥാന വികാരം. ഒരാൾക്ക് ഒരു അടിസ്ഥാന വികാരം വരണമെങ്കിൽ അത് നിരന്തരമായി അയാൾ ഏത് വികാരമാണോ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് അയാളുടെ അടിസ്ഥാന വികാരമായിട്ട് വരും. ചില ആൾക്കാരെ കാണാം എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അയാളുടെ അടിസ്ഥാന വികാരമായി മാറുന്നത്, സങ്കടം. എന്ത് പറഞ്ഞാലും അയാൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും. ചില ആൾക്കാര് അടിസ്ഥാന വികാരം സ്നേഹമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതും
സ്നേഹമായിരിക്കും. അതായത് എന്തിനേയും സ്നേഹിക്കുന്ന ആൾക്കാർ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. വളരെ സ്നേഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ അത് പോസിറ്റീവ് വികാരമാണ്. അത് വളരെ കുറഞ്ഞ ആൾക്കാർക്കേ ഉള്ളൂ. എന്നാൽ ഏറ്റവും എളുപ്പമുള്ള 2-3 വികാരങ്ങൾ, ഒന്ന് ഭയന്നിരിക്കുക എന്നുള്ളത്. എന്തിനേയും ഭയം, എവിടേക്കെങ്കിലും പോകാൻ ഭയം, എന്തെങ്കിലും ചെയ്യാൻ ഭയം, അങ്ങനെ ഭയത്തിലേക്ക് പോവും. അങ്ങനെ അയാളുടെ മുഖം നോക്കിയാൽ തന്നെ അറിയാം അയാൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ അയാളുടെ മുഖം നോക്കിയാൽ അറിയാം അയാൾക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അത് ആ മുഖം അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അടിസ്ഥാന വികാരം എന്താണോ അതാണ് അയാളുടെ മുഖത്ത് കാണുന്ന പറയും. അതാണ് അതിന്റെ ഡെസ്ക്ടോപ്പ്. മോണിറ്ററിൽ കാണുക അയാളുടെ അടിസ്ഥാന വികാരമാണ്. ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന വികാരം. നമ്മൾ വികാരങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴാണ് വൈകാരിക ബാങ്കില് വികാരങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ തലച്ചോറില് അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് വൈകാരിക ബാങ്ക്. എല്ലാ വികാരങ്ങളുടെയും കേന്ദ്രം അതാണെന്ന് പറയും. ആ വികാരങ്ങളുടെ കേന്ദ്രത്തില് ഈ ഏറ്റവും കൂടുതലുള്ള വികാരം ഏതാണ് എന്ന് വെച്ചാൽ ആ ബാങ്കിൽ വികാരങ്ങൾ വരുന്നത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ്. വികാരങ്ങൾ എങ്ങനെയാണ് വികാരങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു തവണ ഒരു വികാരം പ്രകടിപ്പിച്ചാൽ ആ വികാരം അവിടെ ഡെപ്പോസിറ്റായി. ഏത് വികാരമാണോ നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ വികാരങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഏത് വികാരമാണോ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ വികാരമായിരിക്കും ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാവുക. ആ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ള വികാരമാണ് അയാളുടെ ഡെസ്ക്ടോപ്പിൽ അയാളുടെ മുഖത്ത് കാണുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ആ ഏറ്റവും കൂടുതൽ വികാരം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് സ്നേഹവും ദയയും കരുണയും ആർദ്രതയും സഹതാപവും സഹാനുഭൂതിയും സഹിഷ്ണുതയും ഒക്കെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ, നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതാണ് നമ്മളുടെ മുഖത്തുണ്ടാവുക. അപ്പൊ വൈകാരിക ബാങ്കിലേക്കുള്ള ഡെപ്പോസിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അപ്പൊ ആ ഏറ്റവും കൂടുതൽ വികാരം ഏതാണോ അതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എടുത്ത് തിരിച്ചു പ്രയോഗിക്കുക. പെട്ടെന്ന് വരുന്ന അതായിരിക്കും ഏറ്റവും കൂടുതൽ അതാണ് നമുക്ക് വരിക. അതുകൊണ്ടാണ് ഞങ്ങളെ വിമർശിച്ചിട്ടില്ലാത്ത ആളുകളുടെ നേർക്ക് പോലും പലപ്പോഴും ഞങ്ങൾക്ക് കോപവും ഭയവും തോന്നിയിട്ടുണ്ട്. അപരാധ ബോധത്താൽ ഞങ്ങൾ ചുറ്റുമുള്ളവരോട് തൊട്ടാവാടി സ്വഭാവത്തോടെ പ്രതികരിക്കാൻ പ്രേരിതരായി. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ലതാണ് പറയുന്നെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് ആ നല്ലത് പറയുന്നത് എന്തോ വെച്ച് പറയണതാണെന്ന് നമുക്ക് തോന്നി നമ്മൾ അയാളുടെ മോശമായി പെരുമാറുന്നു. അപ്പൊ കാരണം എല്ലാവരെ കുറിച്ചും നമ്മളുടെ ഒരു ചിന്ത നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു അടിസ്ഥാന ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ അയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മളോട് നല്ലതായിട്ട് പെരുമാറുന്നവരോട് പോലും ചിലപ്പോൾ നമ്മൾ മോശമായിട്ട് പെരുമാറാൻ ഇടയായി. ഞങ്ങൾ ഓരോരോ രഹസ്യ വിരോധങ്ങൾ ഉള്ളിൽ വെച്ച് താലോലിച്ചുകൊണ്ടിരുന്നു. അതാണ് സംഗതി. ഒരു പ്രതികാര മനോഭാവമായിട്ട് ഉള്ളില് ആയക്കെട്ട് പണി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കാരണം 1-2 തവണ അയാൾ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ മോശമായി പെരുമാറിയ കാര്യം നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കും. ഏത് കാര്യമാണോ കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടുണ്ടാവുക. അതിനെക്കുറിച്ച് അത് തന്നെ ഭവിക്കുകയും ചെയ്യും. ഏതാണോ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭവിക്കുകയും ചെയ്യും, സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മളെ കുറിച്ച് മറ്റുള്ളവരിങ്ങനെ മോശമാണ് പറയണത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളോട് ഇങ്ങനെയുള്ള പക ഇങ്ങനെ നാൾക്ക് നാൾ വർദ്ധിച്ച് വരും. എന്നാൽ അയാൾ ഇതൊന്നും ചെയ്തു കൊള്ളണമെന്നില്ല. അയാൾ എന്നോ ഒരു സമയത്ത് എന്തോ ഒരു കാര്യം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അയാളോട് വല്ലാത്തൊരു പക ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പലപ്പോഴും ഈ പകയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക അയാൾ ഇങ്ങോട്ട് ചെയ്തതിനേക്കാൾ ഇയാൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാവാനാണ് ചിലപ്പോൾ സാധ്യത. അതുകൊണ്ട് ചുറ്റുമുള്ളവരോട് തൊട്ടാവാടി സ്വഭാവത്തോടെ പ്രതികരിക്കാൻ പ്രേരിതരായി. ഞങ്ങൾ ഓരോരോ രഹസ്യ വിരോധങ്ങൾ ഉള്ളിൽ താലോലിച്ചു കൊണ്ടിരുന്നു. ചില ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ബാറുകൾ മാറി, ജോലികൾ മാറി, അല്ലെങ്കിൽ പുതിയ താമസ സ്ഥലത്തേക്ക് മാറി. ചില ആൾക്കാരുമായിട്ട് തീരെ യോജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോ ആദ്യമൊക്കെ അയാളെ ഒഴിവാക്കി
പിന്നെ അയാൾ സ്ഥിരമായി പോകുന്ന ബാർ ഒഴിവാക്കി, അതല്ലെങ്കിൽ അയാളുടെ കൂടെ ജോലി ചെയ്യുന്നത് ട്രാൻസ്ഫർ കൊടുത്ത് വേറെ സ്ഥലത്തേക്ക് പോയി, അതല്ലെങ്കിൽ താമസം തന്നെ വീട് വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോയ ആൾക്കാരും ഒക്കെ ഉണ്ട്. ചില ആൾക്കാരുമായി യോജിച്ചു പോകാൻ കഴിയും. അവിടെയും നമ്മളെ അലട്ടുന്ന പ്രശ്നം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. യോജിച്ചു പോകാൻ കഴിയുന്നില്ല, അവരുടെ സ്വഭാവം നമുക്ക് പിടിക്കുന്നില്ല, നമ്മൾ അവരോട് പ്രതികരിച്ചു പോകുന്നു. അങ്ങനെ പ്രതികരിച്ചു പോകുമ്പോൾ നമ്മളിൽ വല്ലാത്ത ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ആ റിയാക്ഷൻ കാരണം നമ്മൾ മദ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും നമ്മളുടെ സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാന കണ്ണിയാണ് മറ്റുള്ള ആൾക്കാർ. ശരിക്കും പറയുന്ന ഒരു കേസ് വെച്ചാല്, ഒരു TV നമ്മൾ ഓൺ ചെയ്യുന്നത് ചിലപ്പോൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അപ്പുറം TV ഓണാവും, ആ ഭിത്തിമേലുള്ള TV ഓണാവും. നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ആ TV ഓഫാവും. ശരിക്കും ഇതുപോലെയാണ് നമ്മളിൽ പല ആൾക്കാരും. മറ്റുള്ള ആൾക്കാർ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചാൽ ആ റിമോട്ട് പോലെ നമ്മളിവിടെ ഓണാവും, നമ്മുടെ വികാരം ഓണാവും. നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കും, നമ്മൾ ചിലപ്പോൾ അവരുടെ മോശപ്പെട്ട വർത്താനം പറയും. അവരവിടെ നിന്ന് ഒരു സ്വിച്ച് അമർത്തുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിക്കും നമ്മളുടെ വികാരങ്ങളുടെയൊക്കെ, നമ്മളിപ്പോ ദേഷ്യം പിടിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ റിമോട്ട് കൺട്രോൾ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുക. എന്നിട്ട് നമ്മളൊരു മരപ്പാവയെ പോലെ ഇത് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ അവരിങ്ങനെ ഞെക്കുന്നതിനനുസരിച്ച് നമ്മളുടെ വികാരം ഇങ്ങനെ മാറി 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 വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശരിക്കും നോക്കുക, അപ്പൊ നമ്മളുടെ പേഴ്സണാലിറ്റി എവിടെയാണ്? നമ്മൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ അങ്ങോട്ട് ഇല്ലാതായിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റി ഒരു നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഈ റിമോട്ട് ഞെക്കലിൽ നമ്മളത് മാറാൻ പാടില്ലല്ലോ. നമ്മൾ സ്റ്റേനായിട്ട് നിൽക്കണല്ലോ. അതെന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? അങ്ങനെയാണ്. ഇപ്പൊ അവര് നമ്മളെ പ്രകോപിപ്പിച്ചാൽ നമ്മൾ പ്രകോപിക്കാൻ പാടില്ല. ഇപ്പോ നമ്മളെ ഒരാളെ വിമർശിക്കുകയാണെന്ന് കരുത്, അല്ലാതെ കയറി നമ്മളെ അങ്ങോട്ട് വിമർശിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ വിമർശനം അയാൾ നടത്തുന്നത് കൊണ്ട് നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. നമുക്കത് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെ ചിന്തിച്ചാൽ കുറച്ചും കൂടി നമുക്ക് സൗകര്യപ്രദമായിട്ട് പോകും. എന്നെ ഒരാൾ വിമർശിക്കണമെങ്കിൽ എന്നിലെന്തോ നല്ല കാര്യമുണ്ട്, എന്നിലെന്തോ ഒരു നല്ല കാര്യമുണ്ട്. അയാൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നല്ല കാര്യം എന്നിലുള്ളത് കൊണ്ടാണ് അയാൾ എന്നെ വിമർശിക്കുന്നത്. എന്നേക്കാൾ മോശമായിട്ടുള്ള ഒരാളും വിമർശിക്കാൻ പോകാറില്ല. എനിക്കില്ലാത്ത കഴിവുകൾ എന്തോ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ ഒരാൾ വിമർശിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, അയാളെക്കാൾ ഒരു കഴിവ് എനിക്ക് കൂടുതലുണ്ട് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടെന്ന്. ചത്ത പട്ടിയെ ആരും തൊഴിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഒരു ചത്ത് കിടക്കുന്ന ജീവനുള്ളതിനെ തൊഴിക്കാറുള്ളൂ എന്നുള്ളതാണ് ഒരു ആപ്തവാക്യം പറയുന്നത്. അപ്പൊ എന്തോ ഒരു കാര്യം എന്നിൽ അയാളെക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നെ അയാൾ കുറ്റം പറയുന്നത്. അപ്പൊ കുറ്റം പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് എന്താ പറയാ ഒരു സഹതാപം തോന്നും. കുറ്റം പറയുന്ന ആൾക്കാരോട് സഹതാപം തോന്നും. കാരണം അയാൾക്കറിയാം അയാളെക്കാൾ മിടുക്കനാണ് ഞാനെന്ന്. അല്ലെ പിന്നെ എന്നെ അയാൾ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ വിമർശനത്തെ നേരിടാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏത് കുറ്റം പറയുന്ന ആൾക്കാരെ, ഏത് വിമർശിക്കുന്ന ആൾക്കാരെയും പോയി പ്രതികരിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. എല്ലാ വിമർശനത്തിനും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ വിമർശിക്കുന്നവരെ വിമർശിക്കട്ടെ, അത് അയാൾ റിമോട്ട് കൺട്രോൾ ഞെക്കുകയാണ്. നമ്മളിപ്പോൾ കുഞ്ഞിരാമൻ ആടുന്നത് പോലെ ആടുമെന്ന് അയാൾ വിചാരിക്കുന്നു. നമ്മൾ ആടാൻ പാടില്ലല്ലോ. നമ്മൾ ആടാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ചിന്ത നമുക്ക് നല്ലതാണ്. എന്നിൽ എന്തോ അയാളെക്കാൾ മികച്ചതുണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാതെ നമ്മൾ അയാളെയൊക്കെ വിട്ടിട്ട് പോവുകയോ ഒഴിവാക്കി പോവുകയല്ല ചെയ്യേണ്ടത്. ആ സമൂഹത്തിൽ തന്നെ, ഏത് സമൂഹത്തിലാണോ നമ്മൾ ജനിച്ച് ജീവിക്കുന്നത് ആ സമൂഹത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം. അങ്ങനെ എല്ലാവരെയും എന്താ പറയാ ഓടി ഒളിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയാലും അവിടെ ഇതിനേക്കാൾ വലിയ ആൾക്കാരുണ്ടാവും. ഇന്നിപ്പോ കേരളത്തിലായാലും ഡൽഹിയിലായാലും
അമേരിക്കയിലായാലും UK ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു പൊതു സ്വഭാവം നമ്മളിൽ കാണുന്ന ഏതെങ്കിലും ഒരു കുറ്റം പറയുക എന്നുള്ളതായിരിക്കും. 1000 നന്മകൾ ഉണ്ടെങ്കിലും ഒരു കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം കണ്ടുപിടിക്കാൻ കഴിവ് നമ്മളെ അത്രയും വേറെ ആർക്കില്ല. എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള മലയാളികൾക്കാണ് അത് കൂടുതലെന്ന്. 100 ലഡു കൊണ്ടേ വെച്ചിട്ട് അതിൽ ഒരു ലഡു പൊട്ടിയതാണെങ്കിൽ ആ പൊട്ടിയ ലഡുവിനെ കുറിച്ചായിരിക്കും എല്ലാവരുടെയും ചിന്ത. എന്തുകൊണ്ടായിരിക്കും ആ ലഡു പൊട്ടിയത്? ആ 99 ലഡു അവിടെ നല്ല മനോഹരമായിരിക്കുന്ന ലഡുവിനെ ആരും കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മളിൽ എന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസിനെ പർവ്വതീകരിക്കാൻ എല്ലാവരും റെഡിയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കുറ്റത്തെ അല്ലെങ്കിൽ വിമർശനത്തെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നേരിടാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളെ കൂടാതെ വളരെയധികം ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു പരിധി വരെ ഞങ്ങളുടെ കുടിയുമായി പങ്കുണ്ടായിരുന്നു. ഈ കുടിക്കാത്ത ആൾക്കാർ പോലും നമ്മളുടെ കുടിയുമായിട്ട് പങ്കുണ്ട്. ഇപ്പൊ ഭാര്യ കുടിക്കുന്നില്ല, പക്ഷെ നമ്മുടെ കുടിക്ക് ഭാര്യ പങ്കാളിത്തമുണ്ട്. മക്കൾ കുടിക്കുന്നില്ല, പക്ഷെ നമ്മുടെ കുടിക്ക് ചിലപ്പോൾ മക്കളും പങ്കാളിയാണ്. ഏതെങ്കിലും ഒരു തരത്തില് നമ്മളുടെ കുടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു പങ്ക് മറ്റുള്ള ആൾക്കാർക്കുണ്ട്. മറ്റുള്ള ആൾക്കാരെന്ത് പറയുമെന്നുള്ള ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കേസാണ് മറ്റുള്ള ആൾക്കാർ. അവരെന്ത് വിചാരിക്കും, അയാളെന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്നുള്ള കാര്യം. അതിന് മുകളിൽ ഈ കുടിയനാണെങ്കിൽ കുടി ഇങ്ങനെ കുടിക്കുന്നു. ഇനി കുടിയില്ലാത്ത ആൾക്കും ഇത് പ്രശ്നമാണ്. കുടിയില്ലാത്ത ആൾക്കും എങ്ങനെയാണ് ഈ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതും നമ്മൾ ശരിക്കും പഠിച്ചിരിക്കേണ്ടതാണ്. കുടി നിർത്തി ആദ്യമായി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരാണ്. എന്നാൽ ഈ മറ്റുള്ള ആൾക്കാരെ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ യോജിക്കാത്ത ഒരു സമൂഹത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പോ ഒരു രക്ഷയില്ല. നമ്മൾ ഒരു ദിവസം ഒന്ന് കുടി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്നെന്താ കിട്ടിയില്ലേ, ബാറൊന്നും തുറന്നില്ലേ എന്നുള്ള ഇന്ന് പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. ഡീസന്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാരുടെ കമന്റ് ഇങ്ങനെയായിരിക്കും. അവിടെയും അന്നേരം നമുക്ക് ഉള്ളിൽ അങ്ങോട്ട് കൊള്ളും. അങ്ങനെ വീണ്ടും നമ്മൾ കുടിക്കാൻ പോകും. അപ്പൊ കുടിക്കാതിരുന്നാലും കുടിച്ചു നടന്നാലും ഈ പറയാനുള്ളവരൊക്കെ നിരന്തരമായി നമ്മളെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രകോപനത്തിൽ നിന്നൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടിയ ഒരു സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിലേക്ക് കയറി ചെന്നപ്പോൾ നമ്മളെ കുറിച്ച് അവിടെ ആരും പറയുന്നില്ല. നമ്മുടെ കുടിയെക്കുറിച്ച് ആരും പറയാത്ത ഒരു സ്ഥലം കിട്ടിയത് ആൽക്കഹോളിക്സ് അനോണിമസ്. എല്ലാവരും അവരവരുടെ കുടിയെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ കുടിയെ ആരും പരാമർശിച്ചില്ല. അതാണ് ശരിക്കും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ സമൂഹത്തില് മുഴുവനും ആൾക്കാരെല്ലാം നമ്മളെ കുറ്റം പറഞ്ഞപ്പോ നമ്മൾ ഒരു വാക്ക് പോലും കുറ്റം പറയാതെ എല്ലാവരും അവരവരുടെ കുടിയെക്കുറിച്ച് മാത്രം പറയുന്ന ആ ഒരു മഹത്തായ സംഭവം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുന്നതിന്റെ ഒരു കാരണം ഇവിടെ ആരും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കുടി നിർത്തി ആദ്യമായി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരെയാണ്. ഈ ആളുകളെ കണ്ടത് വലിയ ഒരു ആശ്വാസമായിരുന്നു. അവർക്ക് ഞങ്ങളോടുള്ള പ്രതികരണത്തിൽ വിമർശനമോ സംശയമോ ഇല്ലായിരുന്നു. നേരത്തെ പുറമെ കണ്ട ആൾക്കാരുടെ ഒരു പ്രത്യേകതയും ഇവർക്കില്ല. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളുടെ താല്പര്യമുള്ളവരായിരുന്നു. ശരിക്കും സമൂഹത്തില് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുടിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ കുടിക്കണത്, എന്താണ് നമ്മളുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് കുടിക്കുന്നത്, കുടിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെ, അങ്ങനെ ഒരു കാര്യവും നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കും അറിയില്ല എന്തിനാ നമ്മൾ കുടിക്കുന്നത്. അപ്പൊ ആർക്കും അറിയാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ അമിതമായി മദ്യപിക്കുക. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും വ്യക്തമല്ല. ഞാൻ എന്തിനാ ഇങ്ങനെ കുടിക്കണ വെച്ചാൽ നമുക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഓരോരുത്തരും ഓരോ കാരണം പറയും. എന്റെ അഹംഭാവം കാരണമാണ്, എന്റെ അഹങ്കാരം കാരണമാണ്, അവന് പണമുള്ളത് കൊണ്ട് എന്തും കാണിക്കാന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ്, അവന്റെ ഭാര്യ മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ തറവാട്ടിൽ പിറന്നത് കൊണ്ടാണ്, ആ പ്രദേശത്ത് അങ്ങനെയാണ് എന്നുള്ള
എന്തെങ്കിലും ന്യായീകരണമാണ് നമ്മളുടെ കുടിയെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞത്. സ്വഭാവ ദൂഷ്യം കാരണമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതൊന്നും അല്ല എന്ന് നമുക്കറിയാം. നമുക്കും അറിയില്ല നമ്മൾ എന്താ ഇങ്ങനെ കുടിച്ചു പോയെന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് എത്തിയപ്പോ മനസ്സിലായി നമ്മൾ മദ്യാസക്ത രോഗം നമുക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചു പോയെന്ന് മനസ്സിലായി. ഏതായാലും കുടി നിർത്തി ആദ്യമായി ഞങ്ങൾക്ക് അവർക്ക് ഞങ്ങളുടെ പ്രതികരണത്തിൽ വിമർശനമോ സംശയമോ ഇല്ലായിരുന്നു. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളുടെ താല്പര്യമുള്ളവരുമായിരുന്നു, ഏയിലുള്ള ആൾക്കാർ. എന്നാലും ഏയിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഏയ്ക്കകത്തും കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ അകത്ത് വന്നുള്ള ആൾക്കാർ ചിലപ്പോ ചില ഈ ചൊറിയന്മാരുണ്ട്. അവര് എന്താ പറയാ, ഈ കൂട്ടി നിർത്തി കഴിഞ്ഞപ്പോ കുടിയേ നിർത്തിയിട്ടുള്ളൂ. ചില ആൾക്കാരൊക്കെ വിചാരിക്കും, ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടിക്കുന്ന കാലയളവില് കുടിച്ചു കഴിഞ്ഞ് ലക്ക് കെട്ട് ഒരുപാട് തെറി പറയുകയും മോശം പറയുകയും പ്രവർത്തിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ട്. കള്ളത്തരം പറയുക, കുറ്റം പറയുക, അങ്ങനെ എല്ലാ തോന്നിയാസവും കാണിച്ചുകൊണ്ടിരുന്ന നമ്മള് കുടി നിർത്തി കഴിഞ്ഞപ്പോ ഈ സംഗതികളൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. നമ്മൾ ആരെയും മോശം പറയുന്നില്ല, കുറ്റം പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഉള്ളില് നമ്മൾ കുടിയിലേക്ക് നയിച്ച കാരണങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. അത് നമ്മളുടെ അടിസ്ഥാനപരമായി അത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ കിടക്കുന്ന സാധനം ബോധമുള്ളത് കൊണ്ട് നമ്മളത് പ്രകടിപ്പിക്കാറില്ല. കുടി വരുമ്പോ ബോധം നശിക്കുന്നത് കൊണ്ട് നമ്മളത് പ്രകടിപ്പിക്കുന്നു. കുടിക്കാതാവുമ്പോ ബോധമുള്ളത് കൊണ്ട് അത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അത് നമ്മളിലുണ്ട്. ആ ഒരു സ്വഭാവം നമ്മളിലുണ്ട്. ആ സ്വഭാവം നമുക്ക് കിട്ടിയത് നമുക്ക് വളരെ ചെറുപ്പം മുതലേ നമ്മൾ ഇങ്ങനെ ആർജിച്ചെടുത്ത ഒരു സംഗതിയാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, കുടിച്ചിട്ടുണ്ടായതുമല്ല. അത് നമ്മൾ വളർന്ന സാഹചര്യം, നമ്മൾ വളർന്ന വീട്, നമ്മൾ സ്വീകരിച്ച നമ്മളുള്ള മതം, നമ്മൾ സ്വീകരിച്ച രാഷ്ട്രീയം, നമ്മുടെ പ്രദേശത്തെ സംസ്കാരം, നമ്മൾ പഠിച്ച സ്കൂള്, അങ്ങനെ എല്ലാ സംഗതിയിൽ നിന്നും നമ്മൾ സ്വീകരിച്ച് കുറേശ്ശെ സ്വീകരിച്ച് നമ്മളൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സംസ്കാരം അത് മോശമാവാൻ നല്ലതാവാം. ആ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ബോധമുള്ളത് കൊണ്ട് പലതും നമ്മൾ പ്രകടിപ്പിച്ചിട്ടില്ല. കള്ളു കുടിക്കുന്ന സമയത്ത് ബോധം നശിപ്പിക്കും, അത് പലതും പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ കൊണ്ട് ബേസിക് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോശം സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. അവയെ നീക്കം ചെയ്യാനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പടികൾ നമുക്ക് തന്നിട്ടുള്ളത്. കള്ളു കുടിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള കുറെ പോക്കിരിത്തരങ്ങളെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കള്ളുകൂടി ഇല്ലാതായപ്പോ പോയി. അപ്പൊ അതെല്ലാം പോയി കഴിഞ്ഞപ്പോ പല ആൾക്കാരും ചോദിക്കുന്നേക്കാം, ഇനിയിപ്പോ പടി എന്തിനാ ചെയ്യുന്നത്? പടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 4-ാം പടി ഇപ്പൊ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി എന്നുള്ളത് പല ആൾക്കാരും ചെയ്യാറില്ല. കാരണം ഞാനിപ്പോ പഴയ പോലെ ഒന്നും ഇപ്പോ തെറി പറയാറില്ല, വഴക്ക് കൂടാറില്ല, അതൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാനതിന്റെ ആവശ്യമില്ല എന്നാണ് പലപ്പോഴും വിചാരിക്കും. പക്ഷേ ഇയാളുടെ ഉള്ളിൽ അടിസ്ഥാനപരമായി ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വഭാവ ദൂഷ്യങ്ങളാണ് കള്ളുകുടിയിലേക്ക് നയിച്ചതും കള്ളുകുടിച്ചിട്ട് മോശം ഉണ്ടാക്കിയതും. അതുകൊണ്ട് ആ സംഗതിയെ റൂട്ടിൽ കയറി ആ റൂട്ട് പിഴുതെടുത്ത് നശിപ്പിച്ച് കളയുന്ന ഏർപ്പാടാണ് ശരിക്കും പടി എന്ന് പറയുന്നത്. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും നമ്മുടെ ധാർമ്മിക നിലവാരം, നമ്മുടെ ചെറുപ്പം മുതലേ എന്താണ് എന്റെ ചെറുപ്പത്തിൽ എന്റെ സ്വഭാവം എന്തായിരുന്നു ഓരോ കാര്യത്തിലും അതിങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു സ്വഭാവം എനിക്ക് വന്നത് ഇപ്പോഴൊന്നും അല്ല. കള്ളം പറയുക എന്നുള്ള സ്വഭാവം ഉണ്ടെന്ന് കരുതുന്നത് എന്തായാലും നേര് പറയാത്തൊരു സ്വഭാവമാണ്. അതിപ്പോ പെട്ടെന്ന് കള്ളു കുടിച്ച ശേഷം ഉണ്ടായിരുന്നില്ല, അത് വളരെ ചെറുപ്പത്തിലെ ചെറിയ സാധനത്തിന് കള്ളം പറഞ്ഞ് പഠിച്ചിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു കള്ളം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് അതിസൂക്ഷ്മതയോടെ വിലയിരുത്തി എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് സ്വന്തമായും മറ്റൊരു വ്യക്തിയോടും ദൈവത്തോടും ഏറ്റുപറഞ്ഞ് അങ്ങനെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഈ ക്ഷമാപണമൊക്കെ നടത്തി അതിനെ റൂട്ടോടുകൂടി എടുത്തു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് അത് നമുക്ക് പുറത്തേക്ക് കളയാൻ കഴിയും. അപ്പൊ ഉപബോധ മനസ്സിൽ പോലും തങ്ങി നിൽക്കുന്ന ഇത്തരം സ്വഭാവങ്ങളെ
എടുത്ത് മാറ്റിക്കളയുന്നതിനാണ് യഥാർത്ഥത്തിൽ പടിയുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധമായും പടി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളെ ഒരു സുഹൃത്തുണ്ട്, ജെയിംസ് എന്ന് പറയുന്ന ആൾ, അമേരിക്കക്കാരനാണ്. അപ്പൊ അദ്ദേഹം പറയും അമേരിക്കയിലെ ഒക്കെ ഈ എന്താ പറയാ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. പടികൾ, ഓരോ പടിയും എടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ യോഗം തുടങ്ങുന്നതിന് മുമ്പേ ഇതിങ്ങനെ വായിക്കാനും, പടികൾ വായിക്കും, പാരമ്പര്യങ്ങൾ വായിക്കും, ഇതൊക്കെ എല്ലാവരും വായിക്കും. പക്ഷെ പടിയും പാരമ്പര്യങ്ങളൊക്കെ പടിയൊക്കെ കാണാതെ അറിയാം. പക്ഷെ പടി ചെയ്യാൻ ആർക്കറിയാം? പടി യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളതാണ്, അത് പ്രവർത്തിക്കാനുള്ള. പ്രാർത്ഥന എല്ലാവരും ചൊല്ലും, പക്ഷെ നമ്മുടെ പ്രാർത്ഥന ചൊല്ലാനുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക എന്നുള്ള മനസ്സ്, പ്രശാന്ത മനസ്സ്, അത് ചെയ്യാനുള്ളതാണ്. മാറ്റാൻ പറ്റാത്തവയെ സ്വീകരിച്ച് കൊണ്ടുവരണം. മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റാനുള്ളത്, മാറ്റുവാൻ പറ്റുന്ന എന്തൊക്കെയുള്ള അതിങ്ങനെ മാറ്റാനുള്ള, ഓരോ ദിവസവും ഓരോന്നെടുത്ത് ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാൻ മാറ്റാനുള്ള ധൈര്യവും, മാറ്റാൻ പറ്റാത്തത് മാറ്റാൻ പറ്റുന്നതും തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാവുന്നുള്ളത്. ആ മൂന്ന് നമ്മൾ എന്താ പറയാ ആക്ഷൻ നടത്താനുള്ളതാണ്, ചൊല്ലാനുള്ളതല്ല. നമ്മുടെ പടിയും അതായത് ചൊല്ലാനുള്ളതല്ല, വായിക്കാനുള്ളതുമല്ല, കാണാതെ പറയാനുള്ളതല്ല, ഉള്ളത് മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഇത് മുഴുവനും നമുക്ക് ചെയ്യാനുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ എയിൽ വരുമ്പോൾ, എയിൽ വന്നിട്ട് നമുക്ക് കുറേയും കൂടി സുഖവും സന്തോഷം ഉണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ പല സംഗതികളും ചെയ്യാത്ത കുറെ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. അതായത് ഈ ചോറിയന്മാര് എന്തായാലും മറ്റുള്ളവരെ കളിയാക്കുകയും അത് ഇത്, പിന്നെ എന്റെ ഭാഗം ജയിക്കണമെന്നുള്ള വാശിയും, ഞാനാണ് ശരി എന്നുള്ള ഒരു അഹംഭാവവും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ എയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ കുടി നിർത്തി ആദ്യമായി ഏൽ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരെയാണ്. അതല്ല, എന്നിരുന്നാലും ഇപ്പോഴും ഞങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില ആളുകളെ എയുടെ അകത്തും പുറത്തും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പടികളൊന്നും ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടാവും എയില്. അപ്പൊ അവരൊക്കെ തന്നെ ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ ഇറിറ്റേഷൻ ആക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ രീതിയിലാണല്ലോ പെരുമാറുന്നത്. എയ്ക്ക് പുറത്തുള്ള ഞങ്ങളുടെ സ്നേഹിതർ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്നിവർ ഞങ്ങൾക്ക് ഇപ്പോഴും കുടി തുടരുന്നു എന്ന രീതിയിൽ ഞങ്ങളുടെ പെരുമാറുന്നതായി അനുഭവമുണ്ട്. ആദ്യം എയ്ക്ക് അകത്തുള്ള ആൾക്കാരെ കുറിച്ച് പറയാം. ഏലയ്ക്ക് അകത്തുള്ള ആൾക്കാര്, ഏല് നിരന്തരമായി വരുന്ന ആൾക്കാര്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എല്ലാവരും നല്ല ആൾക്കാരാണ്. ഇപ്പൊ എല്ലാവരും നല്ല ആൾക്കാരൊന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അതൊക്കെ ചിലപ്പോ അറിയണമെങ്കിൽ പൈസ കടം കൊടുത്തു നോക്കിയാൽ അറിയാം. പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പൈസ കടം വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കാത്ത ഒരു സ്വഭാവം ചെറുപ്പം വരെയുള്ള ആൾക്കാരുണ്ട്. അവര് കുടിയുടെ ഭാഗമായിട്ടും അത് ശീലിച്ചിട്ടുണ്ടാവും. അവര് എയില് വന്ന ശേഷവും അവർ പടി പ്രാക്ടീസ് ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾ പൈസ വാങ്ങിയാൽ ചിലപ്പോൾ അയാൾ തിരിച്ചു തന്നോളുന്നില്ല. കാരണം അത് അയാൾക്കൊരു കുറ്റബോധം ഉണ്ടാക്കുന്ന കേസേ അല്ല, ചെറുപ്പം പോലെ അല്ല. ഒരു പൈസ വാങ്ങിയാൽ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിഷമം ഇല്ലാത്ത ആൾക്കാർ ചെറുപ്പം വരെ ഉള്ള ആൾക്കാരുണ്ടാവും. അവര് പേര് വന്നാലും ചിലപ്പോ ഒരു പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ തിരിച്ചു തരില്ല. അപ്പൊ ബേസിക് ആയിട്ട് അയാളുടെ ഒരു സ്വഭാവ ദൂഷ്യത്തെ ചിലപ്പോൾ അയാളത് മാറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാര് നമ്മളെ ചിലപ്പം അസ്വസ്ഥരാക്കിയേക്കാം, അകത്ത് ചിലപ്പം നേരിടേണ്ടി വന്നേക്കാം. അതേപോലെ പുറത്ത് നോക്കാം. നമ്മൾ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറമെ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മൾ കുടി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തും. എമ്മാതിരി കുടി കുടിച്ച് നടന്ന അവനൊക്കെ എങ്ങനെ നിർത്താൻ കഴിയുക? എപ്പോഴും നമ്മളെ സംശയിക്കും. ഒരു പക്ഷെ നമ്മുടെ ഭാര്യ പോലും നമ്മളെ സംശയിക്കും, മണത്ത് നോക്കും, കുടിച്ചിട്ടുണ്ടോ നോക്കും. സംശയത്തോടു കൂടിയായിരിക്കും മറ്റുള്ളവരൊക്കെ നമ്മളെ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുന്നവരും ഉണ്ടാവും. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 3, 4, 5 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കുടിക്കാതിരുന്നിട്ടും ഈ ഇവന്മാർക്ക് ആർക്കും ഒരു വിശ്വാസം വരാത്ത രീതിയിൽ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോപ്പ് എന്നാ പിന്നെ എന്താട്ടെന്ന് പറഞ്ഞിട്ട് പോയി കുടിക്കാൻ പോകും. അവിടെയും നമ്മളെ കുടിക്കാനായിട്ട് കുടിയിലേക്ക് നയിക്കുന്നത് ഈ മറ്റുള്ള ആൾക്കാരാണ്. അപ്പൊ അതിനോട് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം നമ്മളോട് ആരെങ്കിലും നല്ലത് എന്ന് പറയണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, അങ്ങനെ പറയാൻ ലോകത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല. നല്ലത് നന്നായി മോനെ
എന്ന് പറയാൻ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 100 ലഡുവിന്റെ കാര്യം പറഞ്ഞ പോലെ 99 നല്ല ഉള്ള ലഡുവിനേക്കാൾ കൂടുതൽ ഒരെണ്ണം പൊട്ടിയതുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് നോക്കുക എന്നുള്ള ശീലമാണ് പൊതുവെ ഉള്ളത് കൊണ്ട് നമ്മൾ കുടിക്കാതിരുന്ന് എത്രമാത്രം നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താലും നമ്മളിൽ വന്നു വിടുന്ന ഒരു കുറവെടുത്ത് അതിനെ പർവ്വതീകരിച്ച് നമ്മളെ മോശക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം നമ്മളെ വീണ്ടും കുടിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതായത് അവര് റിമോട്ട് കൺട്രോൾ ഞെക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കാൻ പോകുന്നു. അവിടെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവർ ഞെക്കുന്ന റിമോട്ടാണ്, എന്നെ ബാധിക്കാൻ പാടില്ല. ഞാൻ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ പേഴ്സണാലിറ്റിയെ മറ്റൊരാളുടെ പെരുമാറ്റം കൊണ്ട് മാറ്റേണ്ടതില്ല. അപ്പൊ സ്വന്തമായി പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ മറ്റൊരാൾക്ക് ശരിക്കും മാറ്റാൻ കഴിയില്ല. അപ്പൊ സ്വന്തമായി പേഴ്സണാലിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടില്ല. എപ്പോഴും മറ്റുള്ള ആൾക്കാർക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കുടിയിലേക്ക് പോകും. അപ്പൊ എയിൽ വന്നതിന് ശേഷം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാന മാർഗം, നമുക്കൊരു പേഴ്സണാലിറ്റി, നമ്മൾ ജീവിക്കുക ശരിയായ രീതിയിൽ ജീവിക്കുക. ഞാൻ ജീവിക്കുന്നത് ശരിയാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി നിൽക്കുക. അങ്ങനെ എന്നെ വിമർശിക്കുന്നവരൊക്കെ അത് എന്നിലെന്തോ ഗുണമുള്ളത് കൊണ്ടാണെന്ന് ചിന്തിക്കുക. ഇനി അവർക്ക് പറയാനുള്ളതൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് ചിന്തിച്ച് നമുക്ക് നമ്മളുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് മനസ്സുണ്ടാകുമ്പോൾ ഇതൊന്നും മറ്റുള്ള ആൾക്കാരൊന്നും നമ്മളെ ബാധിക്കാതെ, മറ്റുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളൊന്നും നമ്മളെ കുടിയിലേക്ക് നയിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. കുടുംബാംഗങ്ങൾ, അതായത് ഞങ്ങളുടെ സ്നേഹിതർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്നിവർ ഞങ്ങൾ ഇപ്പോഴും കുടി തുടരുന്നുവെന്ന രീതിയിൽ ഞങ്ങളുടെ പെരുമാറുന്നതായി അനുഭവമുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഏതെങ്കിലും 2-3 ദിവസം എവിടേക്കെങ്കിലും യാത്ര പോവുകയോ 2-3 ദിവസം അടുപ്പിച്ച് വീട്ടിലേക്ക് വരാതെ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയോ ഒക്കെ ചെയ്തു, അവൻ മിക്കവാറും എവിടെയെങ്കിലും പോയി അടിക്കാൻ പോയതാണ്, 3-4 ദിവസമായില്ലോ. ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ ദൂരെ എവിടെ പോയി അടിക്കാൻ വേണ്ടി പോയത്. നമ്മൾ വളരെ അത്യാവശ്യമുള്ള ഏതോ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും. പക്ഷെ നാട്ടുകാർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പറയാനും രസിക്കാനും ഒക്കെ ഉള്ള ഒരു സംഗതിയാണിത്. അവര് പറയാനുള്ളവർ പറഞ്ഞോട്ടെ. അത് അവരുടെ കാര്യം, നമുക്ക് അത് ബാധിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് യഥാർത്ഥമായും കുടി നിർത്തി എന്ന് വിശ്വസിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൂടി വേണം. എന്ത് പറഞ്ഞാലും ഞങ്ങൾ മുൻകാലങ്ങളിൽ പിന്നീട് ആരംഭിക്കാൻ വേണ്ടി മാത്രം പല പ്രാവശ്യം കുടി നിർത്തിയതിന് അവർ സാക്ഷികളായിരുന്നല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും കുടിക്കാനാണ് പോയതെന്ന് ഇവര് പറയാൻ കാരണമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല നമ്മൾ കുടി നിർത്തിയത്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കുടി നിർത്തിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പല ചികിത്സാലയങ്ങളും കയറി ഇറങ്ങിയിട്ടും ഉണ്ടാവും. അങ്ങനെ ആ കയറി ഇറങ്ങി നമ്മൾ പിന്നെയും കുടിച്ചതായിട്ട് ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര കാലം കുടിക്കാതിരുന്നാൽ ഇയാൾ വീണ്ടും കുടിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ടുണ്ട്. അവിടെയാണ് ജീവിക്കാൻ അനുവദിക്കുക എന്ന ആശയത്തെ പ്രായോഗികമാക്കാൻ ആരംഭിക്കും മുമ്പ് നമ്മൾ താഴെ പറയുന്ന യാഥാർത്ഥ്യത്തെ തീർച്ചയായും അഭിമുഖീകരിക്കണം. നമ്മൾ ഇത് പ്രായോഗികമാക്കാൻ പോവുകയാണ്. ഞാൻ ജീവിക്കുക, മറ്റുള്ളവർ അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. ഞാൻ ജീവിക്കുക, നമ്മൾ ജീവിക്കാം. ഏതിലും മറ്റെല്ലായിടത്തും പലപ്പോഴും നമ്മൾക്ക് യോജിക്കാനാവാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇതാണ് ഞാൻ കുറെ നേരമായിട്ട് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളുടെ യോജിക്കാത്ത, നമ്മളുടെ ആശയങ്ങൾ യോജിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്. അവരെ വിഭിന്നതകൾക്കിടയിൽ ജീവിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളുടെ സ്വസ്ഥതയ്ക്ക് അത്യാവശ്യമാണ്. ഇവിടെ നിന്നെല്ലാം വിട്ടുപോയിട്ട് ഈ വിമർശനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോകത്ത് പോയിട്ട് സുഖസുന്ദരമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് മിക്കവാറും ഉത്തര ധ്രുവത്തിൽ പോയി ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ പോയി ജീവിക്കേണ്ടി വരും. ഏതെങ്കിലും ഭൂമിയുടെ ധ്രുവങ്ങളിൽ പോയി ജീവിച്ചാൽ മാത്രമേ ഇങ്ങനെ ആളില്ലാത്തൊരു സ്ഥലം കിട്ടുള്ളൂ. അല്ലാത്ത ഭൂമിയിൽ എവിടെ പോയി ജീവിച്ചാലും ഇയാളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ വിമർശിക്കാനുള്ള സാധ്യത 100% ഉണ്ട്. അതുകൊണ്ട്
അവിടുന്ന് ഒഴിവായി പോകലല്ല, മറിച്ച് ഇവരുടെ കൂടെ നിന്ന് ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാവുകയാണ്. നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്വസ്ഥതയ്ക്ക് അതാണ് ആവശ്യം. ഞാൻ മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ നാട് വിട്ടുപോയാൽ ചിലപ്പോൾ കൂടി രക്ഷപ്പെടും, ഈ ജോലിയിൽ നിന്ന് വിട്ട് വേറെ എവിടെയെങ്കിലും പോയാൽ രക്ഷപ്പെടും എന്നൊക്കെ, ഓരോ സ്ഥലത്ത് സ്ഥലം മാറിയാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുക എന്നുള്ളതല്ലാതെ നടക്കുകയില്ല. അങ്ങനെ പോയിട്ടുള്ള ഒരാൾക്കും നടന്നിട്ടുമില്ല. ഇവിടുന്ന് കൂടി നിർത്താൻ വേണ്ടി ഗൾഫിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഗൾഫിൽ ചെന്നപ്പം കൂടിയിട്ട് തിരിച്ചു വന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം. കൂടി കുറയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് കൂടിയിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. അപ്പോ അത് നടക്കുകയില്ല എന്ന് എല്ലാവരും തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ ഒന്നിച്ച് അവരോടൊപ്പം അവരുടെ കൂടെ നിന്നുകൊണ്ട് കുടിക്കാതെ ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പോട്ടെ എന്തായാലും ജീവിക്കാൻ അനുവദിക്കുക എന്ന് സ്വയം പറയുന്നത് ഏറ്റവും സഹായകരമാണ്. അവർക്ക് അവരുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം. അവര് പറയുന്നത് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടുള്ള. പണ്ട് ബുദ്ധൻ ഒരിക്കല് ഒരു മരച്ചോട്ടിലിരുന്ന് ശിഷ്യന്മാരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് വന്നു. വളരെ പ്രകോപിതനായിട്ട് അയാൾ ബുദ്ധനോട് സംസാരിച്ചു. ഹേ മനുഷ്യ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഈ ബുദ്ധനെ കുറേ അങ്ങോട്ട് ചീത്ത. ഈ ചീത്ത മുഴുവൻ കേട്ട് കഴിഞ്ഞ ഉടനെ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ സ്നേഹിത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വിലപിടിച്ച ഒരു സമ്മാനം വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ അത് എനിക്ക് തരുകയാണെന്ന് കരുതുക. ആ തരുന്ന സമയത്ത് ഞാൻ അത് സ്വീകരിക്കുന്നില്ല എന്ന് കരുതുക. എങ്കിൽ ആ സമ്മാനം ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? എന്റെ കയ്യില്. ഓക്കെ, നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനം എനിക്ക് തരാൻ വേണ്ടി വന്ന സമ്മാനം ഞാനത് സ്വീകരിക്കുന്നില്ല, ഇപ്പൊ നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം എന്നോട് പിടിച്ച ദേഷ്യം ഞാനത് സ്വീകരിക്കുന്നില്ല, അപ്പോൾ ഇത് ആരുടെ കയ്യിലാവുള്ളത്? അപ്പൊ ശിഷ്യൻ പെട്ടെന്നാണ് അന്തം വിട്ടുപോയി. അത് ഇയാൾ സ്വീകരിച്ചിട്ടില്ല. ഇയാൾ ഇത്രയും നേരം ഇവിടെ പ്രകോപിതനായി ഡയലോഗ് മുഴുവൻ അടിച്ചിട്ടും അത് അയാൾ സ്വീകരിച്ചിട്ടില്ല. പിന്നെ അത് എവിടെ അങ്ങോട്ട് കൊടുത്ത് അയാൾ വാങ്ങിയില്ല, എന്റെ കയ്യിലല്ലോ. ഇയാൾക്ക് വല്ലാത്ത ഫീലിംഗ് ആയി. അങ്ങനെ അദ്ദേഹത്തിന് മനമാറ്റം ഉണ്ടാകുകയും അയാൾ പിന്നീട് ബുദ്ധന്റെ ശിഷ്യനായി എന്നാളാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ശരിക്കും മറ്റൊരാൾ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അത് നമ്മൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ അത് മറ്റേയാൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും, ഭയങ്കരമായി അസ്വസ്ഥത ഉണ്ടാക്കും. നമുക്കത് ഫീൽ ചെയ്താൽ മാത്രമേ അയാൾക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളത് സ്വീകരിക്കാതിരിക്കുകയാണ് അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. തിരിച്ച് അയാളോട് 4 വർത്തമാനം പറയലല്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിനേക്കാൾ സ്ട്രോങ്ങിൽ 4 എണ്ണം അങ്ങോട്ട് പറയുമ്പോൾ അയാൾക്ക് ഉറപ്പായി അയാൾ നമ്മളോട് ദേഷ്യം പിടിച്ചത് നമുക്ക് ഏറ്റു എന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നമുക്കത് ഏറ്റില്ല എന്ന് കാണുമ്പോഴാണ് അത് അയാൾക്ക് വല്ലാത്ത ഫീലിംഗ് ആവും. അല്പം പ്രയാസമുള്ള കാര്യമാണ് ഈ പറഞ്ഞത് എങ്കിൽ പോലും ഏറ്റവും നല്ല കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരെങ്കിലും അല്ല അവിടെ കിടന്നിട്ട് കുറെ ഒച്ച നമ്മളിടുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ടാണ് അത് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയുണ്ടാവും. അപ്പൊ അങ്ങനെ എടുക്കാനുള്ള ഒരു ശീലം നമുക്ക് ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു നോക്കാം. ഏതായാലും പോട്ടെ, എന്തായാലും ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. നമ്മൾ ജീവിക്കുക. അയാളിപ്പോ ജീവിക്കുന്ന ഈ ഒച്ചയും വിളിയും ബഹളവും നായാട്ടം കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാ അത് അയാൾ അങ്ങനെ ജീവിക്കട്ടെ, ഞാനിങ്ങനെ ജീവിക്കുന്നത്, ആ പോട്ടെ, അങ്ങ് വിട്ട് കളയാന്ന് നമ്മൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നമ്മൾ 4-5 വട്ടം ഇങ്ങനെ പറയുന്നു, പോട്ടെ അയാൾ വിട്ടേക്ക്, അത് അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താക്കാനാ, അയാൾ പറഞ്ഞോടത്ത് പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ആര് നമ്മളോട് ദേഷ്യം പിടിച്ചാലും, ആര് വിമർശിച്ചാലും, ആര് ദേഷ്യം പിടിച്ചാലും നമ്മളുടെ വികാരങ്ങളെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കുകയല്ല, മറിച്ച് നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് സാധാരണ ഗതിക്ക് ഇങ്ങോട്ട് ഒരെണ്ണം പറയുമ്പോൾ അങ്ങോട്ട് 2 പറയുമ്പോഴാണ് നമ്മൾ ജയിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇങ്ങോട്ട് ഒരെണ്ണം പറയുമ്പോൾ അങ്ങോട്ട് 2 പറയുന്നത് ശരിക്കും നമ്മൾ തോറ്റിട്ടാണ്.
ഇങ്ങോട്ട് ഒരെണ്ണം പറയുമ്പോൾ നമ്മൾ അനങ്ങാതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ജയിക്കുന്നു, നമുക്ക് ഇത് ഏക്കാതിരിക്കുന്നു. അപ്പൊ ആ നമ്മൾ ജയിക്കുന്നത് ഇങ്ങനെയാണെന്നാണ്. അതാണ് ഏറ്റവും നല്ല ജയവും. അതുകൊണ്ട് അതാണ് ഈ ഒരു പോയിന്റിൽ ഉള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും. നമ്മൾ ജീവിക്കുക, എന്നിട്ട് അയാളുടെ പാട്ടിനിട്ടേക്കുക. സത്യത്തിൽ മറ്റു വ്യക്തികളുടെ പെരുമാറ്റത്തെ എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന പഠനത്തിന് എയിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മറ്റു വ്യക്തികളുടെ പെരുമാറ്റം നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എത്ര തന്നെ വിരോധമുളവാക്കുന്നതോ അനിഷ്ടകരമായ പെരുമാറ്റമായാലും അതിനെ ചൊല്ലി കുടിക്കാൻ തക്കവണ്ണമുള്ള വില അതിനില്ല. നമ്മുടെ രോഗമോചനം നമുക്ക് അത്യധികം പ്രധാനപ്പെട്ടതാണ്. മദ്യാസക്ത രോഗത്തിന് കൊല്ലാനുള്ള കഴിവുണ്ട്, അത് കൊല്ലുകയും ചെയ്യും, എപ്പോഴും ഓർക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ നമ്മൾ സൗമ്യമായി അയാളുടെ പെരുമാറുന്നുള്ള ന്യായീകരണമാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ പ്രകോപിതനാവുകയാണ് എങ്കിൽ അത് നമ്മൾ ഏത് പ്രകോപനവും നമ്മൾ കുടിയിലേക്കാണ് നയിക്കുക. അപ്പൊ നമുക്ക് കുടിക്കാതിരിക്കുകയാണ് വേണ്ടത്. കുടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് പ്രകോപനം ഉണ്ടാകാൻ പാടില്ല. പ്രകോപനം ഉണ്ടാവാതിരിക്കുന്ന ആരെങ്കിലും പ്രകോപിപ്പിക്കുമ്പോൾ നമ്മളത് പ്രകോപിക്കാൻ പാടില്ല. ആ പ്രകോപിക്കുന്ന എന്തുകൊണ്ട് പാടില്ല എന്ന് വെച്ചാൽ ആ പ്രകോപിക്കുന്ന ആൾ അയാൾ എന്താ കാണിച്ചോട്ടെ, അത് അയാളുടെ സ്വഭാവ ദൂഷ്യം. അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് അതിന് ഫേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, അയാളെ നമുക്ക് തോൽപ്പിക്കാം. രണ്ട്, കുടിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇനി അയാളെ നമ്മൾ ഒച്ചയിട്ടിട്ടാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിയിലേക്കും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ എന്തെല്ലാം പ്രകോപനം ഉണ്ടാക്കിയാലും അത് നമ്മളുടെ വികാരങ്ങളെ ബാധിക്കാനും പാടില്ല, അത് കുടിയിലേക്ക് നയിക്കാനും പാടില്ല. അതിനുള്ള ശക്തി അയാളുടെ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഈ മദ്യാസക്ത രോഗത്തിന് കൊല്ലാനുള്ള കഴിവുണ്ട്. മദ്യാസക്ത രോഗം മനുഷ്യനെ കൊല്ലുമെന്ന് നമുക്കറിയാം. അത് കൊല്ലുകയും ചെയ്യും. ആ കാര്യം നമുക്ക് ഓർക്കുക. ഇനി ഒരു കുടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് സങ്കല്പിക്കാവുന്നതിലപ്പുറമാണ്. നമ്മളുടെ മരണ തുല്യമായ അല്ലെങ്കിൽ മരണകാരണമായ ഒരു സംഗതിയാണ് മദ്യാസക്ത രോഗം. അതുകൊണ്ട് തന്നെ ആ മദ്യാസക്ത രോഗത്തെ നമ്മൾ എന്താ പറയാ ഒതുക്കി നിർത്തുന്നത്, മദ്യാസക്ത രോഗത്തെ നമ്മൾ ശരീരത്തിൽ ഒതുക്കി നിർത്തുന്നത് മദ്യം അകത്ത് ചെല്ലാതിരിക്കുമ്പോൾ മാത്രമാണ്. മദ്യം അകത്ത് ചെന്നാൽ മദ്യാസക്ത രോഗം ഉണരും. അത് ഉണരാതിരിക്കണമെങ്കിൽ മദ്യം അകത്ത് ചെല്ലരുത്. ആ മദ്യം അകത്ത് ചെല്ലാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, മറ്റുള്ള ആൾക്കാരുടെ പ്രകോപനം മദ്യത്തിലേക്ക് നയിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ, വിശേഷാൽ ഞങ്ങളെ പ്രകോപിക്കുന്ന തരത്തിലുള്ള ഉരസുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഫലം തരുന്നതാണെന്ന് ഞങ്ങൾ പഠിച്ചു. നമ്മളെ ഒരു കോമ്പി അടിക്കാൻ വരുന്ന ആൾക്കാരെ ഒന്ന് ചുമ്മാ ശ്രദ്ധിക്കുക. അവരുടെ ചേഷ്ടകളും അവരുടെ രീതികളും അവരുടെ ആ പ്രകോപന രീതികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത്? വളരെ രസകരമായി അതിനൊന്ന് വീക്ഷിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. വളരെ ഫലം തരുന്നതാണെന്ന് ഞങ്ങൾ പഠിച്ചു. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതാണ് സുഖപ്പെടലിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. മറ്റുള്ള അംഗങ്ങളും ഞങ്ങളെപ്പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന വസ്തു നാം മനസ്സിൽ സൂക്ഷിക്കുമെങ്കിൽ ഇത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യിലുള്ള അംഗങ്ങള് പലപ്പോഴും നമ്മളെ പലരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എന്നെ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെപ്പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഏത് സ്ഥലത്ത് എങ്ങനെ പെരുമാറും എന്നുള്ള ഒരു അൺനോൺ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്കുണ്ട്. അൺനോൺ എന്ന് പറഞ്ഞിട്ട് ഒരു 4ഓളം രീതിയിലാണ് നമ്മളുടെ സ്വഭാവമുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വഭാവ പെരുമാറ്റം നമുക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാവുന്ന ഒരു സ്വഭാവ പെരുമാറ്റം നമുക്കുണ്ട്. 2, എനിക്കറിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു സ്വഭാവ പെരുമാറ്റം നമുക്കുണ്ട്. എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണെന്നുള്ളത്, പക്ഷെ എന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം വിജയൻ അങ്ങനെയാണ്. അതേപോലെ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല, എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സ്വഭാവ സവിശേഷത എനിക്കുണ്ട്. 4മതൊന്നുണ്ട്, എനിക്കും അറിയില്ല ആർക്കും അറിയാത്ത ഒരു സ്വഭാവ സവിശേഷത എനിക്കുണ്ട്. ഇത് ചില സമയത്ത് പൊങ്ങി വരും. അപ്പൊ അവരൊക്കെ ചോദിക്കും ഞാൻ എന്താ അങ്ങനെ കാണിച്ചത്, ഞാനും ചോദിക്കും ഞാൻ എന്താ അങ്ങനെ കാണിച്ചത്, എനിക്കറിയില്ല എന്ന് പറയും.
ഇങ്ങനെ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത നമുക്കുണ്ട്. പക്ഷേ ഇതൊക്കെ വരുന്നത് വരുന്നത് അതാ പറഞ്ഞ ഇത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലായിട്ടില്ലെന്നാ പറഞ്ഞത്. നമ്മൾ ചിലപ്പോ ഇങ്ങനെ പറയാറ് നമ്മൾ തന്നെ ചെയ്തെന്താന്ന് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുക? മറ്റുള്ള ആൾക്കാരുടെ നമ്മളൊരു 5% പോലും ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഭാര്യ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 10% അല്ലെങ്കിൽ 15% ഒക്കെ മനസ്സിലാക്കും. കൂടെ അത്രയും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനപ്പുറത്തേക്കൊന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോ എന്നിട്ട് നമ്മളെന്താ മനസ്സിലാക്കാത്തത് നമ്മൾ വിചാരിക്കും. നമ്മൾ അത്രയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് ആരെ അറിയാവുന്നു? നമുക്ക് ഒരാളെ ശരിക്കും അറിയില്ല. നമ്മുടെ വീട്ടിലുള്ള മക്കളെ നമുക്കറിയില്ല. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സ്വഭാവം, അവരുടെ കഴിവുകൾ, അവരുടെ ഭയം, അവരുടെ എന്താ പറയാ, അവരുടെ സങ്കടം, അവർക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ, ഇതൊന്നും നമുക്കറിയില്ല. എങ്ങനെയാണ് മക്കൾക്ക് ദേഷ്യം പിടിക്കുക, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മക്കൾക്ക് ഭയമുള്ളത്, എന്തൊക്കെ കാര്യം വരുമാണ് മക്കൾക്ക് സങ്കടമുള്ളത്, അവരുടെ ഇഷ്ടങ്ങൾ, ഒന്നും അറിയില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് പലപ്പോഴും വളരെ കുറച്ച് അറിയാവുള്ളൂ. അപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് അങ്ങനെ അറിയാവുള്ളൂ എങ്കിൽ നമ്മളെ കുറിച്ച് ഇവർക്കൊക്കെ എന്താ അറിയാവുന്നത്? ഒന്നും അറിയില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കും, എന്താ എന്നെ മനസ്സിലാക്കാത്തത്, എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാക്കാത്തത്, എന്താ എന്നെ മനസ്സിലാക്കാത്തതെന്നോ. അപ്പൊ എന്നെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് പോലും പറ്റാത്ത കേസായതുകൊണ്ട് അതിനേക്കാൾ ഉപരി മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക. അതാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ചിന്ത വിട്ടേക്ക്. എന്നിട്ട് മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്ന അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് എയിലുള്ള അംഗങ്ങളും ഞങ്ങളെ പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ എയിലുള്ള ആൾക്കാരെ, എയില് സ്ഥിരമായ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ കുറേയൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. കുറെ കാര്യങ്ങൾ നമ്മളെ അവർ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കണമെങ്കിൽ വേണ്ടത് ഒന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ പറയണം. അതിസൂക്ഷ്മതയുടെ സത്യസന്ധമായി നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞാലേ അറിയുള്ളൂ. ഇനി നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മൾ എത്ര ശതമാനം പറയുന്നുള്ളൂ? ഒരു 10-20% നമ്മൾ പറയൂ. പറയാൻ പറ്റാത്ത എത്രയോ കാര്യം നമ്മളുണ്ട്. നമ്മൾ യഥാർത്ഥം നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല. പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ കുറെ ശതമാനം നമ്മൾ പറയുന്നതുകൊണ്ട് നമ്മളെ കുറെ കാര്യങ്ങൾ നമ്മുടെ കൂടുതലേ കാര്യം മനസ്സിലാക്കും. ഇതൊന്നും പറയാത്ത സ്ഥലത്ത് ആരാ നമ്മളെ മനസ്സിലാക്കുക? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏല് ഇതൊക്കെ കുറെ നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂട്ടായ്മ മഹത്തരമായി നിൽക്കുന്നതും ഏയിൽ കൂടെ ആൾക്കാർ സുഖം പ്രാപിക്കുന്നതും. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കെ നമ്മളോട് തണുത്ത സമീപനം കാട്ടുന്ന കുറെ വ്യക്തികളെയും ഏയിലും മറ്റിടങ്ങളിലും കണ്ടുമുട്ടിയേക്കാം. ഇഷ്ടം പോലെ ആൾക്കാർ ചുറ്റും. അതുകൊണ്ട് എല്ലാവർക്കും അവരവർ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള അവകാശത്തെ നമ്മളെല്ലാം ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായും ശ്രമിക്കണം. നമ്മൾക്ക് മറ്റുള്ളവർ അതേ ആദരവ് തിരികെ നൽകുമെന്ന് അപ്പോൾ പ്രതീക്ഷിക്കാം. ഏയിൽ മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. ഇതാണ് ഒരു കാതലായ സംഭവം. നമ്മളോട് തണുത്ത സമീപനം കാട്ടുന്ന കുറെ വ്യക്തികളെയും ഏയിൽ മറ്റുള്ള കണ്ടുമുട്ടിയേക്കാം. അതുകൊണ്ട് എല്ലാവർക്കും അവരവർ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള അവകാശമുണ്ട്. ആ തണുത്ത സമീപനം കാട്ടുന്നവർക്ക് അങ്ങനെ കാണിക്കാനുള്ള അവകാശം ഉണ്ടെന്നേ, അവർ കാണിച്ചോട്ടെ. അവിടെയാണ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. അത് അയാളുടെ സ്വഭാവം, അത് അയാൾ അങ്ങനെ ചെയ്യുന്നു. ഇത് ഇയാളുടെ സ്വഭാവം, ഇത് ഇയാൾ അങ്ങനെ ചെയ്യുന്നു. അതൊക്കെ ഓരോരുത്തർ, നമ്മളെ ബാധിക്കുന്നില്ല. ഞാൻ എന്റെ സ്വഭാവം ഞാൻ അങ്ങനെ കാണിക്കുന്നു, അല്ലാതെ എല്ലാവരും ഒരുപോലെ എന്നോട് അങ്ങനെ പെരുമാറണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ബഹുമാനിക്കാൻ തീർച്ചയായും ശ്രമിക്കണം. നമ്മൾക്ക് മറ്റുള്ളവർ അതേ ആദരവ് തിരികെ നൽകുമെന്ന് അപ്പോൾ പ്രതീക്ഷിക്കാം. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ പെരുമാറുന്നുവോ, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്ന് പറയുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരോടാണ് ആദ്യം പെരുമാറേണ്ടത്. തീർച്ചയായിട്ടും അത് നമുക്ക് തിരിച്ചു കിട്ടും. സമയം 12:18 TV വിടാൻ പോകുന്നു. സാധാരണയായി പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരേ അയൽപക്കത്തും കമ്പനിയിലും ക്ലബിലും അല്ലെങ്കിൽ ഏയിലും പരസ്പരം ആകർഷിക്കപ്പെടുന്നു.
നാം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി ഇഷ്ടമില്ലാത്ത ആളുകളെ പറ്റി നാം അധികം അലോസരപ്പെടാറില്ല. അതുകൊണ്ട് ഈ ഒരേ വേവ് ലെങ്ത് ഉള്ള, ഏറെക്കുറെ ഒരേ തരംഗദൈർഘ്യമുള്ള ആൾക്കാർ, ചിന്തകളായാലും ആഗ്രഹങ്ങളായാലും സ്വപ്നങ്ങളായാലും പ്രതീക്ഷകളായാലും പ്രയാസങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ ഒരേ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളുടെ കൂടെയാണ് നമ്മളെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. പക്ഷെ വേവ് ലെങ്ത് ഒരുപാട് വ്യത്യാസമുള്ള ആൾക്കാരുടെ കൂടെയാണ് പലപ്പോഴും കള്ളുകൂടി സഭയിൽ നമ്മൾ ഉണ്ടാവുക. കള്ളു കുടിക്കുന്ന സമയത്ത് പല പല റേഞ്ചിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിക്കുന്നത്. പക്ഷെ ഇവിടെ ഏല് വന്നപ്പോൾ ഏകദേശം എല്ലാവരും മദ്യാസക്ത രോഗികളാണ്. വലിയ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് കൂട്ടായ്മയിൽ. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒരേ തരംഗദൈർഘ്യത്തിലുള്ള ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടാവുക. പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരേ അയൽവക്കത്തും കമ്പനിയിലും ക്ലബിലും അല്ലെങ്കിൽ ഏയിലും പരസ്പരം ആകർഷിക്കപ്പെടുന്നു. നാം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി ഇഷ്ടമില്ലാത്ത ആളുകളെ പറ്റി നാം അധികം അലോസരപ്പെടാറില്ല. അപ്പൊ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവാം, വളരെ ന്യൂട്രലായിട്ട് അവരെ മെല്ലെ അങ്ങോട്ട് സൈഡിലേക്ക് നിർത്തുക. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പം കമ്പനിയിലായാലും ശരി പുറത്തായാലും ശരി എവിടെ അവരോട് നമ്മുടെ സൗഹൃദം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. മറ്റേതിനോടൊന്നും നമ്മൾ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കാൻ കഴിയണം. കാലക്രമേണ ഈർഷ്യ ഉളവാക്കുന്നവരിൽ നിന്ന് ലാഘവത്തോടെ നടന്നകലാൻ ഒട്ടും ഭയക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെ ചൊറിയുന്ന ആൾക്കാരെ അടുത്തുനിന്ന് നമ്മൾ മെല്ലെ അങ്ങോട്ട് മാറുന്നു. അതിന് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് നമ്മളുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് എന്ന് മനസ്സിലാക്കി മെല്ലെ ഒഴിവാക്കുന്നു. ചില ആൾക്കാരെ ഒഴിവാക്കേണ്ടതാണ്, ഒഴിവാക്കുക തന്നെ വേണം. അല്ലാണ്ട് എന്നും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ പിന്നെയും രോഗം പറയാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈർഷ്യ ഉളവാക്കുന്നവരുടെ നിന്ന് ലാഘവത്തോടെ നടന്നകലാൻ ഒട്ടും ഭയക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ അവരെ സൗമ്യമായി നമ്മൾ സഹായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് അനുയോജ്യമായ വിധത്തിൽ നേരെയാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയോ ചെയ്തിരുന്നതിന് പകരമാണ്. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് നേരെ തിരിച്ച. നമ്മളോട് ഉടക്കി വർത്താനം പറയുന്ന ആൾക്കാരോട് നമ്മൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ന്യായീകരണങ്ങൾ അവനോട് പറഞ്ഞു, ഒരുപാട് വിശദീകരണങ്ങളൊക്കെ കൊടുത്തു. ഏതാടാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വിശദീകരണമൊക്കെ കൊടുത്ത് നമ്മൾക്ക് പാകത്തിനാക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഏയിൽ വന്നതിന് ശേഷം നമ്മൾ ഒഴിവാക്കും. നമ്മൾ അവരുടെ ന്യായീകരിക്കാൻ പോകുന്നില്ല. ഇതുവരെ ന്യായീകരിച്ചിട്ട് ഒരാൾക്കും ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ എത്ര ന്യായീകരിച്ചാലും നമ്മളെ അവരൊന്ന് മനസ്സിലാക്കിയാൽ അവർ പറയാന്നുള്ളതല്ലാതെ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികമൊന്നും ഒരാൾക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? അതുകൊണ്ട് ന്യായീകരണ പരിപാടികളൊക്കെ നിർത്തി നമ്മൾ ആരെയും നേരെയാക്കാൻ പോകുന്നില്ല. നമ്മൾ അവരുടെ മെല്ലെ അങ്ങോട്ട് സ്കൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സൗമ്യമായി നേരെയാക്കി എടുക്കാൻ പരിശ്രമിക്കുകയോ ചെയ്തിരുന്നതിന് പകരം നമ്മൾ ഈർഷ്യ ഉളവാക്കുന്നവരുടെ ലാഘവത്തോടെ മെല്ലെ മാറി നിൽക്കും. ഒരുപാട് എല്ലാവരുടെയും സൗഹൃദം വേണമെന്ന് വിചാരിക്കേണ്ട കാര്യം. ഏതൊരാളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അയാളുടെ സമൂഹത്തിൽ അയാളുടെ പരിചയക്കാരവർ 1000 പേരുണ്ടെന്ന്. 1000 പേരുണ്ടെങ്കിൽ അയാളുടെ വീടും ഇരിക്കുന്ന സ്ഥലവും അയാളുടെ പ്രദേശവും അയാളുടെ ജോലി സ്ഥലവും ഒക്കെ കൂടി ഒരു 1000 പേര് കുട്ടികളും ഒരു കല്യാണമൊക്കെ വിളിക്കുകയാണെങ്കിൽ ഒരു 10,000-2000 അല്ലെങ്കിൽ 1000-1500 പേരൊക്കെയാണ് സാധാരണ കല്യാണം. അപ്പൊ അത് വിളിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരൊക്കെ അത്രയും പേര്. ആ വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ 1000 പേരിൽ നമ്മളോട് ഇഷ്ടമുള്ളത് ചിലപ്പോ ഒരു 10-100 താഴെ ആൾക്കാരുണ്ടാവും. നമുക്ക് അങ്ങോട്ട് സൗഹൃദം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചൊന്നും നമുക്ക് ജീവിക്കാനാകും. അതുകൊണ്ട് ഇഷ്ടം നമ്മൾ യോജിക്കുന്ന ആൾക്കാരുടെ ഒപ്പം കണ്ടെത്തിയിട്ട് അവരോട് സൗമ്യമായ എന്ന് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരോട് മോശമായി പെരുമാറുന്നു എന്നല്ല. അവരൊന്ന് മെല്ലെ അങ്ങോട്ട് വഴിമാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോകത്ത് സുഖമായിട്ട് ജീവിച്ചു പോകാവുന്നതാണ്. മറ്റാരെങ്കിലും നമ്മെ കുടിക്കാൻ നിർബന്ധിച്ചതായി നമുക്ക് ഓർമ്മയില്ല. ആരും കെട്ടിയിട്ട് ഞങ്ങളുടെ തൊണ്ടയിലൂടെ ഒരിക്കലും മദ്യം ഒഴിച്ച് തന്നിട്ടില്ല. അങ്ങനെ ആരും നമ്മളെ ശാരീരികമായി നിർബന്ധിച്ച് കുടിപ്പിക്കാത്തതുപോലെ
ഇപ്പോൾ ആർക്കും ഞങ്ങളെ മാനസികമായി മദ്യത്തിലേക്ക് ഒഴിച്ചുവിടാനും കഴിയില്ല എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ആരും നമ്മളെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടില്ല. അതേപോലെ ആരും നമ്മളെ പിടിച്ചു വെച്ച് വായിലേക്ക് ഒഴിച്ചു തന്നിട്ടുമില്ല. പക്ഷേ അവരൊക്കെ ചെയ്തൊരു പണിയുണ്ട്. നമ്മൾ കുടിക്കാൻ വേണ്ടി നമ്മളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എത്ര ആൾക്കാർ. ഒരാള് ശരിക്കും എടുത്തു തരികയോ വാങ്ങിച്ചു തരികയോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മളെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പണി നമ്മളെ പ്രകോപിപ്പിക്കലാണ്. നമ്മളുടെ മാനസിക നില തകരാറിലാക്കലാണ്. നമ്മളുടെ സുബോധത്തെ നശിപ്പിക്കലാണ്. അങ്ങനെ സുബോധത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി കുടിച്ചോളും. ആരും സാധനം വാങ്ങിത്തരുകയും വേണ്ട, ഒഴിച്ചു തരുകയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ തന്നെ പോയി വാങ്ങിച്ച് നമ്മൾ തന്നെ കുടിക്കും. ഇതിന് മറ്റുള്ളവര് ചെയ്യുന്ന പണി നമ്മളെ പ്രകോപിപ്പിക്കലാണ്. അപ്പോ നമ്മളുടെ കുടിയുടെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ രീതിയാണ്. അത് അവരവർക്ക് നേരത്തെ ബുദ്ധൻ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. സമയം 12:25 പിന്നെ ബാക്കി ഭാഗം നല്ലൊരു വിഷയം ആയതുകൊണ്ടാണ് ഇത് കുറച്ച് നീണ്ടുപോയത്. അടുത്ത ഭാഗവും ഇതിന്റെ അടുത്ത ഭാഗം കൂടി നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം, ഈ വിഷയം നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ തന്നെ തീരുമാനിക്കണം. മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങള് നല്ല നിലയിൽ കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ചില ആൾക്കാരിൽ നിന്ന് മെല്ലെ മാറി നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. എന്നിട്ട് അവരൊക്കെ ജീവിച്ചോട്ടെ, അവരൊക്കെ ജീവിക്കാൻ വിടുകയും ചെയ്യാം. അവരവരുടെ പാട്ടിന് വിടാൻ ഉള്ള കഴിവ് നമുക്ക് വളർത്തിയെടുത്താൽ നമുക്ക് കുടിക്കാതിരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും, ഇത് കേട്ടുനിന്ന എല്ലാവർക്കും നന്ദി. പിന്നെ എനിക്ക് ഒരു